പോയത് സാലമ്മയുടെ അമ്മാവൻ മാത്തുക്കുട്ടിയാണ്. അയാൾ പറയുന്നത് കടുങ്ങാട്ടിൽക്കാർ പണം വാരിയെറിഞ്ഞ് ആ കൊലക്കേസ് ഒതുക്കാൻ ശ്രമിക്കുന്നുവെന്നാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെ അതിന് കൂട്ടുനിൽക്കുന്നുവെന്ന് എന്റെ മനസ്സ് പറയുന്നു. സാലമ്മയുടെ കൊലയാളിയെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് മറ്റു കേസുകളിലേക്ക് തുറക്കുന്ന വാതിലാവുമെന്ന്. ഷുവർ മാഡം. സംശയിക്കപ്പെടുന്നവരെല്ലാവരും ഒരേ കൂലിക്ക് കീഴിലാവുമ്പോൾ അന്വേഷണത്തിന്റെ ഗതി ഏകീകരിക്കാൻ കഴിയും. മാത്തുക്കുട്ടിയുടെ മൊഴി മാത്രം മതിയാകും കടങ്ങാട്ടിൽ വർഗീസിനെ കസ്റ്റഡിയിലെടുക്കാൻ. പക്ഷേ അങ്ങനെ കാടിളക്കി ഉടനൊരു നടപടി ആരംഭിക്കുന്നതിൽ അർത്ഥമില്ല. ഇനിയൊരു പക്ഷേ നമ്മൾ മാത്തുക്കുട്ടിയും വിശ്വസിക്കുന്നത് പോലെ കൊലയാളി വർഗീസ് അല്ലെങ്കിൽ അത് യഥാർത്ഥ കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കും. അതുണ്ടായിക്കൂടാ. നമ്മൾ സ്വപ്നം കാണും പോലെ സാലമ്മ കൊലക്കേസ് എന്ന ചരടിൽ പിടിച്ചു കയറി നമുക്ക് മുന്നിലുള്ള ഒരുപാട് കടക്കഥകൾക്ക് ഉത്തരം കണ്ടെത്തണമെങ്കിൽ സാലമ്മ വധക്കേസിലെ റിയൽ കില്ലർ തന്നെ നമ്മുടെ വലയിലാവണം. അയാളുടെ മൊഴികൾക്ക് നമ്മുടെ വഴി നടത്താനാവും. പതറാതെ ഇടറാതെ ലക്ഷ്യത്തിലെത്തിക്കാനാവും. സാലമ്മയെക്കുറിച്ചും അവരുടെ ചുറ്റുപാടുകളെ കുറിച്ചും കഴിയുന്നത്ര ഡീറ്റെയിൽസ് ഉടൻ കണ്ടെത്തണം. കടുങ്ങാട്ടിലെ വർഗീസിനും മാത്തുക്കുട്ടിക്കും പറയാനുള്ളതാവരുത്. അത് ആരും പറയാത്ത, ആരും കാണാത്ത അജ്ഞാത ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സത്യങ്ങൾ. പറയുമ്പോ അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയുമെന്ന് ഇപ്പൊ ബോധ്യമല്ലോ.